എല്ലാവർക്കും നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ഞങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളാണ് ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കാണാം. ഇത് ശീമച്ചേമ്പാണ്. നമ്മൾ വെട്ടുചേമ്പെന്നും പറയും. പക്ഷെ ഇപ്പോൾ ഇത് പാകമായിട്ടില്ല. ഈ ശീമച്ചേമ്പ് ഇനി ഒരു 2 മാസം കൂടെങ്കിലും എടുക്കുമായിരിക്കും ഇത് പാകമാകുന്നതിന് വേണ്ടി. നല്ലതാണ് പുഴുങ്ങി തിന്നാൻ. ഇതിൻ്റെ തണ്ട് തോരൻ വെക്കാനും നല്ലതാണ്. വീണ്ടും വെട്ടുചേമ്പ്. ഇതിന്റെ ഇല നോക്കിക്കാൻ ആനയുടെ ചെവിയുടെ കൂട്ടുണ്ട് ഇതിന്റെ ഇല കണ്ടിട്ട്. അത്രയ്ക്ക് ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്നതാണ് ഈ വെട്ടുചേമ്പ്. ദൈവം ഇതിനെ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പറിക്കാൻ സമയമായി. ഞങ്ങൾ കറി വെച്ചും കൂട്ടാനുണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. വെണ്ണ പോലെ വേകുന്ന ചേനയാണിത്. ഇത് ഇഞ്ചിയുടെ ഇലയെല്ലാം നോക്കിക്കാൻ മഞ്ഞിച്ചു തുടങ്ങി. നല്ലപോലെ എന്നാലും 1 മാസം കൂടെ നിന്നാൽ ഏറ്റവും നല്ലത്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇത് മതി. ഇത് മഞ്ഞൾ 2 മാസം കൂടെ എടുക്കും ഇതിൻ്റെ വിളവെടുക്കാൻ. എന്നാലും പച്ച മഞ്ഞൾ നമുക്ക് കഴിക്കാം. ഒരു ദിവസം രാവിലെ ഒരു ടാബ്ലറ്റിൻ്റെ അത്രയും, അല്ലെ ഒരു 50 പൈസയുടെ കോയിൻ്റെ അത്രയുമുള്ള ഒരു കഷണം നമ്മളെടുത്ത് കഴിച്ചാൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് മഞ്ഞൾ കൃഷി അങ്ങോട്ട് രണ്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. ചെറുകിഴങ്ങെന്ന് പറയും. ഇല കണ്ടാൽ നമ്മൾ വിചാരിക്കും കാച്ചിലിൻ്റെ ആണെന്ന്. പക്ഷെ കാച്ചിലല്ലിത്. കൊച്ച് റൂട്ട് ക്രോപ്പ്, ഒരു ചെറുകിഴങ്ങെന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ പോലെ, പക്ഷെ മധുരമില്ല. എന്നാലും ഇതിപ്പം കേരളത്തിൽ തന്നെ വളരെ റെയറായിട്ടുള്ള ഒരു റൂട്ട് ക്രോപ്പാണ് ചെറുകിഴങ്ങ്. ഇത് പുഴുങ്ങി കഴിക്കാനും കറി വെച്ച് കഴിക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും 4 മണിക്ക് കട്ടൻ കാപ്പിയോടെ കഴിക്കാനും ഒക്കെ നല്ലതാണിത്. ഇതാണ് കാച്ചിൽ. ഞാൻ കൊച്ചായിരിക്കുന്ന കാലത്തൊക്കെ, കുട്ടിക്കാലത്തൊക്കെ കാച്ചിൽ കപ്പായൊക്കെ പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. തേങ്ങാ സമ്മന്തിയൊക്കെ ആയിട്ട്, അല്ലെ കാന്താരി സമ്മന്തിയൊക്കെ ആയിട്ട്. ഇത് നല്ലപോലെ വേകുന്ന കാച്ചിലാണ്. നല്ല അങ്ങ് മേള് വരെ, തേക്കിൻ്റെ അനിലിയുടെ മേള് വരെ പടർന്ന് പന്തലിച്ച് വേറിയിരിക്കും. ഇത് ഇപ്പോൾ വെട്ടിയ പാളയംകോടൻ പഴമാണ്, കൊലയാണ്. ഇതൊരു 10-15 കിലോ എങ്കിലും കാണും. പാളയംകോടൻ പഴം, അതിൻ്റെ കൊലയാണ്. നല്ല ഇതിനകത്ത് നിന്ന് പഴുത്താൽ ആണ് അതിന് ഏറ്റവും രുചി കിട്ടുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും. അത് അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്.
താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്തെ കുറച്ച് സ്ഥലമുണ്ട്. അവിടുത്തെ പച്ചച്ചിങ്ങനെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറയും. റോബസ്റ്റ, പച്ചപ്പഴം, അങ്ങനെയെല്ലാം ഇതിനെ വിളിക്കും. ഇതൊരു 2 മാസം കഴിഞ്ഞേ ഇത് പാകമാകത്തുള്ളൂ. പച്ചപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതൊരു 8 കിലോ എങ്കിലും വരും. അല്ലെങ്കിൽ നാടൻ ചേമ്പെന്ന് പറയും. നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇത് മതി. ഇത് നീല തണ്ടുള്ള ഓമയാണ്. ഇത് ആദ്യമായിട്ടാണ് കായ്ച്ചത്. നല്ലതായിരിക്കാം എന്ന് ചിന്തിക്കുന്നു. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഓരോ വീട്ടിലും ഓമത്തായി വെച്ച് വരുന്നതേ ഉള്ളൂ. അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു റെഡ് ലേഡി ഓമയാണ്. ഇത് റെഡ് ലേഡി ഓമയ്ക്ക. 2 ആഴ്ചക്കകത്ത് ഇത് പാകമാകും. അതിൻ്റെ മുകളിലൊരു വാളരി പയർ കിടപ്പുണ്ട്. വാളരിയാണിത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. പീച്ചിങ്ങ എന്ന് പറയും. ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പീച്ചിങ്ങയാണ്. ഇത് ഞങ്ങളുടെ മോടെ പേരൻസ് മിറാൻഡയുടെ പേരൻസ് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 15 എണ്ണമെങ്കിലും പറിച്ച് കാണും. നമ്മുടെ പടവലങ്ങ പോലെ ഇരിക്കും ഇത്. വളരെ പയർ പൂവോടുകൂടി. പച്ചമുളകിലും കരിയാപ്പിലയുമാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി അടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് സാധിക്കുന്നത്. പിന്നെ കാന്താരി, ഒത്തിരി കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുമുണ്ട് ഇഞ്ചി. ഇത് വെള്ളം കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇഞ്ചി ഇവിടെ ഒരു 3-4 മൂടേ ഉള്ളത് നട്ടത്. ഉണ്ട് കായുണ്ട്. ഇതും ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പേരൻസ്. വഴുതനയുടെ തൈയ് ഇതും ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബോംബെയിലും നാസിക്കിലും അവിടെ ഔറംഗാബാദിലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവർക്ക് ഒരു തോന്നത്തില്ല ഇങ്ങനെ വെണ്ടയുടെയും പച്ചക്കറികളുടെ അരിയൊക്കെ കൊണ്ടുവരാൻ അവർക്ക് തോന്നത്തില്ല. അൽഫോൺസോ മാംഗോ ഒരു മാംഗോ ട്രീ ആയിട്ട് തന്നെയാണ് ഇവർ പ്ലെയിനിൽ വന്നപ്പം കൊണ്ടുവന്നത്. എൻ്റെ അത്രയും പൊക്കമുള്ള ഒരു മാംഗോ ട്രീ അതിവിടെ പിടിച്ച് വരുന്നു. കുറച്ച് ഇച്ചിരി നീളത്തിലൊക്കെ ആയി. പക്ഷെങ്കിൽ അത് ഒരു വളമിട്ട് അതിനെ പരിപോഷിപ്പിക്കണം. ഇത് ഒടിച്ചുകുത്തി നാരകം. ഇത് ജ്യൂസ് എടുക്കാനും കറി വെക്കാനും ഇച്ചിരി കയ്പുണ്ടെന്നേ ഉള്ളൂ. കയ്പ് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഒടിച്ചുകുത്തി നാരകം ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് നാരകത്തിൻ്റെ സീസണ്. തുലാമാസം എന്ന് പറയും മലയാളത്തിൽ. അത് ഈ തുലാമാസമാണ് നമ്മളിപ്പോഴത്തെ മാസം. ഒടിച്ചുകുത്തി നാരകം.
ഞാൻ ഇപ്പോൾ ബഞ്ചായിട്ടൊക്കെ ഉണ്ടാക്കും. ഉണ്ടായാലൊരു വലിയ വെള്ളക്കാട് അത്രയും കാണും. ഇത് അതിൻ്റെ പാകമായി വരുമ്പോഴത്തേക്ക് ബാ 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 ഇത് ഊപ്പമീൻ, കൊച്ചു ഊപ്പമീനെന്ന് പറയും. ഞങ്ങളുടെ കണ്ടത്തിലെ 2ാം കൃഷിക്ക് വേണ്ടി ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ വിതയ്ക്കും. 2ാം കൃഷിക്ക് വേണ്ടി പാടത്തിൽ നിന്ന് മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഊപ്പമീൻ. കോഴിക്ക് വലിയ ഇഷ്ടമാണ്. കോഴി, താറാവ് ഇതൊക്കെ കൊടുത്താലേ കോഴി നല്ലതുപോലെ വളരുകയും മുട്ടയിടുകയും ഒക്കെ ചെയ്യും. ഇതിനകത്തുണ്ട് അങ്ങനെ ഈ വർഷം ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കീടനാശിനിയും കൂടാതെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത കാർഷിക വിളകളാണിത്. ഇതിന് ദൈവം ഈ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഞ്ഞൾ മുതലായ കൃഷി വിഭവങ്ങൾ 1-2 മാസം കൂടെ പാകമാകേണ്ടിയിരിക്കുന്നു. എന്നാലും ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ, അതിന് ദൈവത്തിന് സ്തുതി കരേറ്റുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.